ഹായ് എവരിവൺ, കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ക്വിക്ക് റിവിഷനിലേക്ക് സ്വാഗതം. നമ്മൾ ജസ്റ്റ് കുറച്ച് ദിവസം മുൻപ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട്. അതുപോലെയുള്ള ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണിത്. പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ കാറ്റഗറിയിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു വാർ പോയട്രി ആൻഡ് പോയറ്റ്സ് എന്നുള്ളത്, അല്ലെ? അതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് പീരീഡിൽ നമുക്കൊന്ന് നോക്കി പോകാനുള്ള ചില പോയിന്റുകളാണ്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെയല്ല, ഇത് ജസ്റ്റ് ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. സോ നിങ്ങളുടെ ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്തെടുക്കാനും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക. സോ കീപ് വാച്ചിങ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് വാർ പോയട്രി, എന്താണ് വാർ പോയറ്റ്സ്, ആരായിരുന്നു വാർ പോയറ്റ്സ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി വാർ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരും. നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ ആണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ വാർ പോയട്രി എന്ന് പറയുന്നത് ബേസിക്കലി ഈ വാർ പോയറ്റുകളായിരുന്നവർ എഴുതിയിരുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പോയട്രി ആയിരുന്നു. ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അറിയാം, ഇതിപ്പോ നടക്കുന്നത് നമ്മുടെ 20ാമത്തെ സെഞ്ചുറിയിലാണ്. അത് 1919 കൂടിയാണ് ഈ വാർ പോയട്രി വരുന്നത്. അപ്പോ ഈ വാറിന് പോകുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരിൽ ടീച്ചർമാരുണ്ടായിരിക്കാം, അവരിൽ കൂലിപ്പണിക്കാരുണ്ടായിരിക്കാം, അവരിൽ സോൾജിയേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരും ഒരേപോലെ കറേജ് ഉള്ളവരോ അല്ലെങ്കിൽ വാറിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരായിരിക്കില്ല. സോ വാറിന് വേണ്ടി തയ്യാറെടുക്കാത്ത സാധാരണക്കാർ അവിടെ പോകുമ്പോൾ അവരത് കണ്ട് പേടിക്കുന്നുണ്ട്, അവരത് കണ്ടിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അവര് മരിച്ചു വീഴുന്നുണ്ട്. സോ അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, അതിൽ ഉണ്ടായിരുന്ന ബെസ്റ്റ് പോയറ്റ്സ്, നമ്മൾ ഇനി ആരൊക്കെയാണെന്ന് ചർച്ച ചെയ്യും, അവരെഴുതാൻ തുടങ്ങി. ഓക്കെ, അവരെഴുതാൻ തുടങ്ങും. എന്തുണ്ടാവെന്ന് പറഞ്ഞാൽ അവര് റിയലിസ്റ്റിക് ആയിട്ട് എഴുതും. ഒരു റൊമാൻറ്റിക് പോയട്രി പോലെ ആയിരിക്കില്ല അവർ എഴുതുക, അല്ലെ? അല്ലെങ്കിൽ എലിസബത്തൻ പീരീഡിലെ പോലെയോ അല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡിലെ പോലെയോ ഒന്നും അല്ല അവർ എഴുതുക. അവരെന്താണോ മുന്നിൽ കാണുന്നത്, ശവശരീരങ്ങളും വെടിയുണ്ടകളും ആണ് അവർ മുന്നിൽ കാണുന്നത്. അതിനനുസരിച്ച് എന്താണ് ഹീറോയിസം, എന്താണ് ഹൊറർ ഓഫ് വാർ എന്നൊക്കെ കൃത്യമായ വേർതിരിവുകളോടെയാണ് അവരെന്ത് ചെയ്യുക, അന്നുണ്ടായിരുന്ന ഈ വാർ പോയറ്റ്സ് എഴുതുക. അതുകൊണ്ടാണ് വാർ പോയട്രി എന്ന് നമ്മൾ അതിനെ പറയുന്നത്. കൃത്യമായിട്ട് യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ അവരിരുന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഗൂഗിളിൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ബേസിക്കലി ഇവിടെ പോകുന്ന പോയറ്റ്സ് എല്ലാം വാറിനെ പ്രൈസ് ചെയ്തുകൊണ്ടല്ല എഴുതുക, അവർ ആന്റി വാർ ആണ് എഴുതുന്നത്. അതായത് എത്രത്തോളം ഹാർഷ് ആണ് ഈ വാർ എന്ന് പറയുന്നത്, അവർക്ക് ഇനി വന്നവരെ തിരിച്ച് കുടുംബത്തിലേക്ക് പോകാൻ പറ്റുമോ, ഇന്നസെന്റ് ആയിട്ടുള്ളവര്, ഈ ഐഡന്റിറ്റി അറിയാത്തവര്, ഹ്യൂമാനിറ്റി എന്താണ്, കമ്പാഷൻ എന്താണ് എന്നെല്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്ന വിധമാണ് ഈ വാർ പോയട്രിയിൽ എഴുതുന്നത്. എന്തുകൊണ്ട്? ഇവിടെ വന്നിരിക്കുന്നത് സോൾജിയേഴ്സ് മാത്രമല്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ജീവനിൽ കൊതിയുമുണ്ട്. അപ്പൊ ഇവരെങ്ങനെ എഴുതാ? റിയലിസ്റ്റിക് ആയിട്ട് എന്താണോ നടക്കുന്നത് ആ രീതിയിൽ മാത്രം ഇവരെന്ത് ചെയ്യൂ, അവർ കാണുന്ന, അവരേർപ്പെടുന്ന യുദ്ധത്തിനെ പറ്റി പറയുകയുള്ളൂ, അല്ലേ? ഇനി ഇവര് ട്രഞ്ച് പോയറ്റ്സ് എന്നും കൂടി പറയപ്പെടുന്നു. ട്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ, നമ്മൾ ഈ വാറിന്റെ ഇടയിൽ ട്രഞ്ച് കുഴിച്ചിരിക്കുക എന്ന് പറയില്ലേ, ചെറിയ പിറ്റൊക്കെ ഉണ്ടാക്കി, കുഴികൾ ഉണ്ടാക്കി, അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവര് ഷീൽഡ് ചെയ്ത് മറച്ചു പിടിക്കും. എന്നിട്ട് ആവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകും. നിങ്ങൾ 1917 1917 എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ കണ്ട അസലായിട്ട് മനസ്സിലാവും എന്താണ് വാർ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം ഇവർ ആ ട്രഞ്ചിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കവിതകൾ എഴുതാൻ തുടങ്ങി. ഓക്കെ, ആ കവിതകൾ എഴുതുന്നതുകൊണ്ട് തന്നെ ഇവരെ ട്രഞ്ച് പോയറ്റ് എന്നും കൂടെ വിളിക്കാൻ തുടങ്ങി. ഇവർ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരുന്നത്. ഈ വാറും ലൈഫും എങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഹിസ്റ്ററി ഓഫ് വാർ പോയട്രി എന്ന് പറഞ്ഞത്? നമുക്ക് ഇന്നോ തുടങ്ങാൻ പറ്റിയതല്ല ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ രാമായണോ മഹാഭാരതത്തിലൊക്കെ വലിയ വലിയ യുദ്ധങ്ങൾ പറയുന്നുണ്ട്. ഗ്രീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇല്ലിയാഡ്, ഒഡീസി പോലത്തെ ട്രോജൻ വാറുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും ഇത് കാണാൻ പറ്റും. ഷേക്സ്പിയറിന്റെ പ്ലേകളിലായാലും, അതുപോലെ തന്നെ 19th സെഞ്ചുറി ആണെങ്കിൽ ക്രിമിയൻ വാർ, ബോർ വാർ എല്ലാം വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു കൈൻഡ് ഓഫ് വാർ പോയട്രി നിലവിൽ വരുന്നത്. അത് വേൾഡ് വാർ വണ്ണോട് കൂടി തന്നെ വിൽഫ്രഡ് ഓവൻ, സിഗ്ഫ്രഡ് സാസൂൺ, അതുപോലെ തന്നെ നമ്മളുടെ WHO അതിന് ശേഷമുള്ള ആളാണ്. ഓക്കെ, അതുപോലെ റോബർട്ട് ബ്രൂക്ക്, എല്ലാരെ പറ്റി നമ്മൾ സംസാരിക്കും. ഇവരിലൂടെയാണ് നമ്മളുടെ ഈ ഒരു വാർ പോയട്രി നിലവിൽ വരുന്നത്. ഇത് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ വാറിന്റെ ആ ഒരു ഫീൽഡിൽ ഇറങ്ങി അവർ കാണുന്നത്, എഴുതുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ മനുഷ്യർ കണ്ടു തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ റിയാലിറ്റി എന്താന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇപ്പൊ വാർ പോയട്രിയുടെ മേജർ തീംസ് എന്ന് പറഞ്ഞാൽ? ഹീറോയിസം ഉണ്ടായിരിക്കും, അതേപോലെ പാട്രിയോട്ടിസം ഉണ്ടായിരിക്കും, അല്ലെ? സാക്രിഫൈസ് ആണ് അവർ ചെയ്യുന്നത്. ആർക്കോ വേണ്ടി, ഏതോ രാജ്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെയും അമ്മയെയും സ്വന്തം കുടുംബത്തിനെയൊക്കെ വിട്ടു വരുന്ന ഒരു സാക്രിഫൈസ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ചില ആൾക്കാർ എഴുതുമ്പോൾ അത് ഹീറോയിക് ആയിട്ട് എഴുതും. എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്, റോബർട്ട് ബ്രൂക്ക് അതുപോലത്തെ ഒരു
മനുഷ്യനായിരുന്നു. ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് ചെയ്യുന്ന ആളായിരുന്നു റോബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൊറർ ആൻഡ് റിയാലിറ്റി ഓഫ് വാർ അവർ കാണിക്കും. എന്താണ് വാറിൽ ഉണ്ടാവുന്നത്, ലോസ് ആൻഡ് മോർണിംഗ്, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെയാണ് ഇല്ലാതാവുന്നത്, ഗ്രീഫ് ഉണ്ടായിരിക്കും, നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ മരിച്ചു വീഴും, നമ്മൾ തന്നെ ചിലപ്പോൾ മരിച്ചു വീഴും, ഹ്യൂമൻ കോസ്റ്റ് എന്താണെന്നുള്ളത് എല്ലാം പറയും. അതുപോലെ പ്രൊട്ടസ്റ്റ് ആൻഡ് ആന്റി വാർ, അതാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരുന്നത്. നമ്മുടെ WHO ഓർഡറിന്റെ ഒക്കെ വേൾഡ് വാർ 2 ശേഷമുള്ള കവിതകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആന്റി വാർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് വാർ വേണ്ട എന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ട് ക്വസ്റ്റ്യനിങ് മീനിങ് ആൻഡ് ഫ്യൂട്ടിലിറ്റി, എന്തുകൊണ്ട് വാർ ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ആർക്കോ ഒരാൾക്ക് രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാറിന് പോകുന്നത്. നമ്മൾക്ക് അറിയ പോലും ഇല്ല വാർ തിയറീസ് എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ട വാറിൽ നിന്ന്. അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. റൈറ്റ്. അടുത്ത നോക്കാം. ഇനി മേജർ വാർ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വിൽഫ്രഡ് ഓവൻ, ഇദ്ദേഹം ആന്റി റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു. അതായത് വാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോയംസ് അല്ല ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. റിയലിസ്റ്റിക് ആയിട്ടും അതുപോലെ പിറ്റി ഓഫ് വാറിനെ കുറിച്ചുമാണ് നമ്മൾ വിൽഫ്രഡ് ഓവൻ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതയാണ് ഡൾസ് എറ്റ് ഡെക്കോറം എസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരൊറ്റ കവിതയുടെ പേരാണ്. രണ്ടാമത്തെ കവിതയാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കവിതയാണ് ദ സെൻസ് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ആളാണ് സിഗ്ഫ്രഡ് സസൂൺ എന്ന് പറയുന്നത്. പ്രൊട്ടസ്റ്റ് പോയട്രി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പോയട്രിനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഐറണി ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോൾജിയേഴ്സിന്റെ വോയിസിൽ നിന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകളാണ് സൂയിസൈഡ് ട്രെഞ്ചസ്, സോങ് ബുക്സ് ഓഫ് ദ വാർ, കൗണ്ടർ അറ്റാക്ക്. ഓക്കെ. ഇനി റോബർട്ട് ബ്രൂക്ക് ആണ്. ഇദ്ദേഹം കുറച്ചും കൂടെ ഒരു റൊമാൻറ്റിക് സൈഡിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഇംഗ്ലണ്ടിന് വേണ്ടി എന്റെ ശരീരം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴുന്ന അത്രയും സ്ഥലമൊക്കെ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ പാട്രിയോട്ടിസം ആണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കവിതകൾ എന്ന് പറഞ്ഞാൽ ദ ഓൾഡ് വിക്കാരേജ് ഗ്രാൻഡ് ജെസ്റ്റർ എന്ന് പറയുന്നതും ദ സോൾജിയർ എന്ന് പറയുന്നതാണ് നമ്മളുടെ റോബർട്ട് ബ്രൂക്കിന്റെ രണ്ട് കവിതകൾ. റൈറ്റ്. അപ്പോൾ വാർ പോയട്രി എന്താണ്, വാർ പോയറ്റ്സ് എന്താണ് എന്നുള്ളത് ഭയങ്കര ഷോർട്ട് ആയിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും കാണും. സോ കീപ് വാച്ചിങ്. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുപോലെ ബൈ ബൈ ആൻഡ് സീ യു.